വിവോയുടെ വിവോ പാഡ് SE എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേമും ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ പാഡ് SE എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ പാഡ് SEയിൽ 12.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസ് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 2.5K റെസൊല്യൂഷനിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. LCD പാനലായിരിക്കും ഇതിൽ വരിക. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. 3:2 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പം തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വന്നേക്കാം. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 559 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 6.8 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഒരു 10,000 to 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇത്. പിന്നെ ഈ ഒരു ടാബിൽ 8 GB റാം വരെയും 256 GB ഇൻറ്റേർണൽ വരെയും വരുന്നതായിരിക്കും. പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ വരും. അപ്പോൾ 4 സ്പീക്കേഴ്സ് ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതൊരു ടാബ്ലറ്റ് ആണ്, അതുകൊണ്ട് തന്നെ മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒന്നും ഇതിൽ വന്നോളണം എന്നില്ല. ബാക്കിൽ ഒരു 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മെഗാ പിക്സലിലെ ക്യാമറ സെൻസറൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. വലിയൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരാൻ ചാൻസ് ഇല്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 8500 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. പിന്നെ 15 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുള്ളൂ. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ April 21 ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യില്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുക. ചൈനീസ് മാർക്കറ്റിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10,000 to 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പം ചൈനീസ് മാർക്കറ്റിൽ അതിലും കുറഞ്ഞൊരു പ്രൈസിങ്ങിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ത്യയിലും ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും വിവോയുടെ വിവോ പാഡ് SE എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.